മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. മിനിറ്റ് നമ്മൾ ഇനി അടുത്ത റൗണ്ടിലോട്ട് കിടക്കാണ്. ഡിവറ്റ് റൗണ്ട്. അതെ, ഇപ്പൊ കുറച്ച് ഒഴുകി വരുന്ന രണ്ട് സുന്ദരി കുട്ടികൾ ഒരേപോലെ ഒരേ ഭാവത്തിൽ സംസാരിക്കും, ഒരേ താളത്തിൽ നടക്കും. അതെ, അപ്പോ വളരെയധികം സിംഗുള്ള രണ്ടുപേരെയാണ് നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം സെബക്കുട്ടി ആൻഡ് പാർവണക്കുട്ടി ഓൺ സ്റ്റേജ്. മക്കളെ, ഇതെന്താണിത്? ഇതേതാണ്ട് സിനിമയിൽ അഭിനയിക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുന്നല്ലോ. രണ്ട് സുന്ദരികൾ, അങ്ങനെ ഒരു സിനിമയുണ്ട് പഴയത്, രണ്ട് സുന്ദരികൾ. മക്കളെ, ഏത് പാട്ടാണ്? മേഘരാഗം നിറകിൽ. ആ സിനിമ ഏതാണ്? കാക്കക്കുയിൽ. വർഷം 2001. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, പാടിയത് ചിത്രാമ്മ, മ്യൂസിക് ദീപൻ ചാറ്റർജി സർ. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, നല്ലൊരു പാട്ടാണ്. ഇത് പാടാൻ ഇത്തിരി ഡിഫിക്കൽട്ടാണ്, അപ്പം ശ്രദ്ധിച്ച് പാടുക. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. Thank you.
വാ സാബാഷ് സാബാഷ്. താങ്ക് യു സർ. പാർവണ സെബ, സെബ പാർവണ രണ്ടുപേരും ഒറ്റുപോലെ പാടി. താങ്ക് യു സർ. അതിമനോഹരമായിട്ട് പാടി. ഒരു കുറ്റവും പറയാനില്ല. ഒരു ചെറിയ സംഭവം ഉണ്ട്, എന്നാലും അത് കുറ്റമായിട്ട് ഞാൻ പറയല്ല. അങ്ങനെ പറയാതെ ഒരു ചെറുത് പറഞ്ഞോട്ടിരുന്നു പ്ലീസ്. ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരും. വാനം എന്നുള്ള വാനം വാനം ആ ഒരു സംഗതി ഉണ്ട് രണ്ടുപേരും. വാനം അത് അങ്ങനെ പോവാതെ വാനം വാനം അത് മോള് പഠിച്ചതാണ്. വാനം. ഓക്കെ, തെറ്റല്ല, എങ്കിലും അത് ഒരു ഒഴുക്ക് വന്നാൽ നന്നായിരുന്നു. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ബ്യൂട്ടിഫുൾ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല കളർ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് അതിന്റെ ഭംഗി മനസ്സിലാവും. നിങ്ങളുടെ മനസ്സിനകത്ത് വേവ് കയറിയിട്ടുണ്ടല്ലോ, തീയൊക്കെ തലയിൽ കൂടെ പോകുന്നുണ്ട്, ഇങ്ങനെ പുക വരുന്നുണ്ട്, കാരണം ടെൻഷൻ അടിച്ചിട്ട്. പക്ഷെ നിങ്ങൾ പാടിയത് എൻജോയ് ചെയ്യായിരുന്നു ഞങ്ങള്. അപ്പൊ അതിന്റെ പുറകിൽ ഇതുപോലത്തെ കാഴ്ചകളും കൂടെ വരുമ്പോ എന്തായിരിക്കും. പിന്നെ ലൈവായിട്ട് നമ്മുടെ ഓർക്കസ്ട്ര പറയാതിരിക്കാൻ വയ്യ. ഓ ടോപ്പ് ബാൻഡ്, അപ്പോ ഒരു രക്ഷയില്ല. ആഹാ, നല്ല ചിങ്കറുമണി പോലെ ഇരുന്നു. എന്റെ വിസിൽ ശരിയല്ല. നല്ല വിസിൽ അറിയാവുന്ന ആരെങ്കിലും നിനക്കറിയാടാ? പിന്നെ ഒരു കാറ്റ് കയറി വന്നല്ലേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും വേണ്ടി ടോപ്പ് ബാൻഡ് തന്നെ വിസിലടിച്ചിരിക്കുകയാണ് അവസാനം. അത് ഫ്ലൂട്ട് വായിക്കുന്നവർക്ക് വരൂ. അയ്യോ, അവര് ഫുൾ അല്ല, കാറ്റ്. ഞങ്ങൾക്ക് അറിയേണ്ടത് റിമിയുടെ വിസിൽ എങ്ങനെയാണ്. മാക്സിമം ശക്തി എടുത്ത് ശ്രമിച്ചാൽ ഒന്ന് ഊതും. ഇത് ചൂളം കുത്തുക. കൊടുങ്കാറ്റ് വരുന്ന പോലെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഇത്ര പറ്റുന്നുള്ളൂ. ഗായു കമോൺ. ഇത് മറ്റേ സർബത്ത് കുടിക്കുമ്പോ സ്ട്രായിട്ട് കുടിക്കുന്നവരിക്കുന്നു ഇങ്ങനെ. നിങ്ങൾ ഇപ്പൊ കണ്ടോ ശരിക്കുള്ള വിസില്? ആ മോളിൽ ഇരിക്കുന്ന ചേട്ടൻ, ചെക്ക് ഷർട്ടിട്ട ചേട്ടൻ, ആ ചേട്ടനെ മുഖം കണ്ടാ എനിക്കറിയാം. ചേട്ടാ വിസിലടിക്കുക ചേട്ടാ. അടിയെ. ആ ചേട്ടാ കമോൺ കമോൺ. സ്കോർ ചെയ്തേക്കുന്ന സാറ് തന്നെ. അതെ, അത് മതി. അത് മതി, അതാ ഉള്ളത് നല്ലത്. ചക്രാസ്, എന്ത് മാം? നിങ്ങളുടെ ഈ ഒരു പാടിയ സന്തോഷം ഞങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്യുക. അതെ, ഇപ്പൊ ഓഡിയൻസിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ കാറാം, അല്ലെങ്കിൽ കൂവാം, വിസില്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടം വരുമ്പോ നമ്മള് നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന കണ്ടോ. ഇവിടെ മൊത്തം ഞങ്ങൾ വിസിൽ അടിച്ചിരിക്കുകയാണ്. അടിപൊളി. അല്ല, സിമ്പിൾ പാട്ടാണോ അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നത്? കാരണം ഇത് ഒരു ശകലം പോലും ഒരു സിംഗറിനെ ചുമ്മാതെ ഇരുത്തുന്നില്ല. ഒന്നെങ്കിൽ സ്വരങ്ങൾ, അല്ലെങ്കിൽ ശകലം ശ്വാസം വിടാൻ പോലും ദീപൻ ചാറ്റർജി അനുവദിച്ചിട്ടില്ല. പക്ഷേ ആ സിംഗർ അവിടെ പതറിയോ? അതാണ് നമ്മുടെ ചിത്ര ചേച്ചി. ഏത് എന്താ പറയാ സംഭവം കൊടുത്താലും പുഷ്പം പോലെ, അതാണ് നമ്മുടെ ചിത്ര ചേച്ചി. അത് നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങളെ കഴിയുന്നത്ര നിങ്ങൾക്ക് ദൈവം തന്ന ടാലന്റില് ഒരു പുതിയ പാട്ട് പഠിച്ച് എത്ര പ്രാക്ടീസ് ചെയ്ത് ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. മക്കളെ, എന്തോ മാം? കലക്കി കലക്കി കലക്കി, സൂപ്പർ സേ ഊപ്പർ സേ ഊപ്പർ ആയിരുന്നു. ഞങ്ങൾ കുറെ നാളായിട്ട് ഈ വീട് മിസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഷ്വൽ ട്രീറ്റ്. ഒന്നാമത് കാണാൻ നല്ല സുന്ദരി കുട്ടികളായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങളുടെയൊക്കെ പ്രായത്തിലൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ പേടിച്ച്, വിച്ച് ഇസ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി, അതാ പറയണത്. അപ്പം നിങ്ങൾക്കൊക്കെ ഈ ഒരു ലെവൽ കോൺഫിഡൻസും ഈ ഒരു പ്ലാറ്റ്ഫോം തന്നിട്ടുള്ള ടോപ്പ് സിംഗറിന് ആദ്യത്തെ അപ്ലോസ്. കാരണം ഇത്ര വലിയ വലിയ പ്ലാറ്റ്ഫോംസിൽ ഇത്ര വലിയ മൈസ്ട്രോസിന്റെ മുമ്പിൽ പാടുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു കോൺഫിഡൻസ്, അതായത് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺവിക്ഷൻ ഉണ്ടല്ലോ, അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത്ര കോംപ്ലെക്സ് ആയിട്ടുള്ള, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലഡി, അതിലെ സർഗംസ് ആണെങ്കിൽ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്വരങ്ങളാണ്, കുറേ സ്കിപ്പിംഗ് നോട്ട്സ് ഉണ്ട്. അതൊക്കെ എന്ത് പെർഫെക്ഷനോട് കൂടിയിട്ടാണ് നിങ്ങൾ പാടിയിരിക്കുന്നത്. അപ്പം ഹാറ്റ്സ് ഓഫ് ടു ഓൾ ഓഫ് യു. ആൻഡ് ദീപൻ ചാറ്റർജി ബംഗാളിയാണല്ലോ അല്ലേ? പക്ഷെ ഞാൻ അങ്ങനെ കാൽക്കട്ടയിലൊന്നും പോകുമ്പോഴൊന്നും ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ, മഷിയിട്ട് നോക്കിയ പുള്ളിയെ കാണില്ല അല്ലേ? ഓക്കെ ഓക്കെ, ശരി. അമേസിംഗ് മ്യൂസിക് കമ്പോസിംഗ്. എന്തായാലും എല്ലാം മംഗളം, നന്നായി അല്ലേ? ഇപ്പൊ മനസ്സിനൊരു സമാധാനമായില്ലേ? എത്ര ദിവസം എടുത്തത് പഠിക്കാന്? ഒരാഴ്ചയെങ്കിലും എടുത്താണോ അല്ലേ? ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പരിശ്രമമാണെന്നുള്ള മനസ്സിലായി. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഓഫ് നോട്ട്സ് കണ്ടമാനം വരുന്നുണ്ട്. പിന്നെ
ചില സ്ഥലങ്ങളിൽ ക്രൊമാറ്റിക് നോട്ട്സ് വരുന്നുണ്ട്. ഇതൊന്നും കറക്റ്റായിട്ട് വരത്തൊന്നുമില്ല. അത് രണ്ടുപേര് പാടുമ്പോഴത്തേക്ക് മിക്കവാറും തെറ്റാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് പാടി, നിങ്ങൾ റിലാക്സ്ഡ് ആയി, ഞങ്ങളും റിലാക്സ്ഡ് ആയതുകൊണ്ട് വി ആർ ഗിവിംഗ് യു 100 out of 100. Both of you. ആണ്ടി ഒരു ഗിരീഷ് പുത്തഞ്ചേരി പൂക്കുറ്റി. അപ്പൊ രണ്ടുപേരും ഹാപ്പി ആണല്ലോ? 100ൽ 100 വാങ്ങി. നമുക്ക് ഒരു പൂക്കുറ്റി കിട്ടി. ഇനി മ്യൂസിക് ഡയറക്ടറിനെ പറ്റിയിട്ട് അദ്ദേഹം ചെയ്ത മുൻപത്തെ പാട്ടുകള് അങ്ങനെയൊക്കെ ഡെയിൻ, അത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇനി പിള്ളേരോട് ചോദിച്ചിട്ട് അല്ല, ഇനിയിപ്പോ പറയാൻ പറ്റില്ല. അവർക്ക് അറിയാമെങ്കിലും. റിമുവിന് അറിയോ? എനിക്കറിയാം. അറിയോ? ഇല്ല, നമ്മള് മധുശേന്റെ ചിത്രച്ചേന്റെ മിസ്റ്റർ എങ്ങു നിന്നൊരു പഞ്ചവർണ്ണ കിളിയ ദേബ് മിശ്ര അല്ലെ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ദീപൻ ചാറ്റർജി നമുക്കറിയില്ല. മറിഞ്ഞിരുന്ന് ഒളിയമ്പുകൾ എന്ന് പറഞ്ഞ പോലെ ഹിറ്റ് പാട്ടുകൾ സമ്മാനിക്കും, മുഖം കാണിക്കില്ല. മുഖം വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ആളല്ലേ? ഞാൻ എന്റെ ഹസ്ബൻഡ് കാൽക്കട്ടയെന്നാണ്. ഞാൻ എത്രയോ പ്രാവശ്യം കാൽക്കട്ട പോയിട്ടുള്ളതാണ്. ഞാൻ അവിടെ പോയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ കേട്ടിട്ടില്ല. അല്ല, ഓഡിയൻസിൽ ആർക്കെങ്കിലും ഗസ് ഉണ്ടോ ഈ ദീപൻ ചാറ്റർജി ആരാണെന്ന്? മീനുട്ടിക്ക് അറിയില്ല? ഇല്ല. നമ്മുടെ മൂക്കിന്റെ തുമ്പത്തുണ്ട് പുള്ളി. അറിയോ റിമു? എനിക്ക് ശരിക്കും പറഞ്ഞാ റിമുവിന് ഭയങ്കര അടുത്താ. തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ആളാ. ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യം പറയാം. ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായിട്ട് ദീപൻ ചാറ്റർജി തന്നെ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യ കണ്ട നമ്പർ 1 സൗണ്ട് റെക്കോർഡിസ്റ്റ് ആണ്. അദ്ദേഹമാണ് തേന്മാവൻ കൊമ്പത്ത് ഒരുപാട് പടങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. അന്ന് പ്രിയന്റെ സ്റ്റുഡിയോ തുടങ്ങുന്ന സമയമായിരുന്നു. ഞങ്ങൾ അവിടെ വലിയ എക്യുപ്മെന്റ്സ് ഒന്നും ആയിട്ടില്ല, കുറച്ചൊക്കെ ആയിട്ടുള്ളൂ. ഈ ഡബിങ്ങിന് വേണ്ടിയിട്ടുള്ള മാത്രമേ ആയിട്ടുള്ളൂ. അന്ന് ദീപൻ സാർ ആയിരുന്നു അവിടുത്തെ മെയിൻ ആയിട്ടുള്ള. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈസ് എ ബംഗാളി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പല പാട്ടുകൾ പറഞ്ഞ കൂട്ടത്തില് അദ്ദേഹമാണ് മ്യൂസിക് ഡയറക്ടറായിട്ട് വെച്ചത്. പ്രിയം വെച്ചു. എന്നിട്ട് പ്രിയം പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം എനിക്കൊരു തുമ്പ് തന്നത്, അതായത് ഒരു ഹിന്റ് തന്നത് ദീപൻ ചാറ്റർജി സാറാണ്. ചെയ്തത് ഞാൻ തന്നെയാണ്. പക്ഷേ ദീപൻ ചാറ്റർജി സാറ് ഒരുപാട് പാട്ടുകളുടെ റെഫറൻസ് പറഞ്ഞു. റിതം സെക്ഷനെല്ലാം കൈകാര്യം ചെയ്ത ബെന്നി ആയിരുന്നു. പിന്നെ കീബോർഡ് ബാക്കിയെല്ലാം ചെയ്ത് ഐസക് എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളെ ഏകദേശം ഒരു 7 ദിവസം എടുത്ത് ആ സ്റ്റുഡിയോയ്ക്കകത്ത്, ഏകദേശം ഇത്രയുണ്ട് സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോയ്ക്കകത്ത് ഈ സ്വരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഊപ്പാട് വന്നു. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ചെയ്ത ഒരു അടുക്കും ചിട്ടയും പറഞ്ഞല്ലോ. അപ്പോൾ ചെയ്ത് വന്ന് കുറേ റെക്കോർഡ് ചെയ്ത്, റെക്കോർഡിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം റെക്കോർഡ് ചെയ്ത് വെക്കും. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് നല്ല മ്യൂസിക്കൽ സെൻസ് ഉള്ളതുകൊണ്ട് എഡിറ്റ് ചെയ്ത് വീണ്ടും പിറ്റേ ദിവസം വന്നിട്ട് നമ്മൾ കേട്ടിട്ട് അത് ശരിയായില്ലെങ്കിൽ വേറെ കുറേ ചിലപ്പോൾ അതെല്ലാം മാറ്റി അങ്ങനെ കറക്റ്റ് ചെയ്ത് ഒറ്റ ആഴ്ച എടുത്ത് ഈ പാട്ട് ഒരു ഷേപ്പിൽ വരെ. ഞാൻ മാത്രമല്ല, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിനും 100% ക്രെഡിറ്റ് ഉണ്ട് അതിനകത്ത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ. അപ്പൊ സാറിനൊരു വലിയൊരു കൈയടി. നിങ്ങൾ പാടിയ പാട്ട് അതെ അതെ കമ്പോസ് ചെയ്തത് നമ്മുടെ സ്വന്തം എം ജി സാറാണ്. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.